മാസപ്പടി കേസിന് വീണ്ടും പുതിയ വഴിത്തിരിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. SFIO അന്വേഷിക്കുന്നതാണ് CMRLന്റെ മാസപ്പടി കേസ്. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു കണക്കിൽ 150 കോടി രൂപ CMRL എന്ന കമ്പനി പലർക്കായി നൽകിയെന്നും അതിൽ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് 1.76 കോടി നേരിട്ട് നൽകിയെന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ആണെങ്കിലും ഇതിന് മറ്റു മാനങ്ങൾ കാണേണ്ടി വരും. കാരണം CMRL കൊച്ചിയിലെ ഒരു പ്രധാന വ്യവസായിയാണ്, വിവാദ വ്യവസായിയാണ്. അദ്ദേഹത്തിന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ അദ്ദേഹത്തെ രക്ഷിക്കാൻ എല്ലാ നിയന്ത്രണങ്ങളും നീക്കി കരിമണൽ ഖനനം ചെയ്യാൻ CMRLനെ സഹായിക്കാൻ ആണ് ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് പണം കൊടുത്തത് എന്നാണ് പ്രധാനമായ വാദം. എക്സാലോജിക് എന്ന കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയാണ്. മകളാണ് അതിന്റെ CEO. ഇപ്പോൾ കേൾക്കുന്ന എക്സാലോജിക് പൂട്ടിയെന്നാണ്. എക്സാലോജിക് ഇല്ല, ഇപ്പോൾ ചരിത്രത്തിലില്ല. എക്സാലോജിക് ഈ പണം വാങ്ങാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കമ്പനിയാണോ എന്ന് പോലും സംശയിക്കുന്നവരുണ്ട്. അത് മാത്രവുമല്ല, എക്സാലോജിക്കിന് 73 ലക്ഷം രൂപ വായ്പ കൊടുത്തിട്ടുണ്ട്. ആ വായ്പ കൊടുത്തത് ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം CMRLന്റെ ഉടമസ്ഥൻ കർത്താവിന്റെ സഹോദരിയുടെ സ്ഥാപനമാണ്. എന്ന് പറഞ്ഞാൽ 73 ലക്ഷം രൂപ വായ്പ കൊടുത്തു, അവർ തിരിച്ചു ചോദിക്കുന്നില്ല, കമ്പനി പൂട്ടിപ്പോയി. 1.76 കോടി രൂപ മാസപ്പടി കൊടുത്തു, അതും തിരിച്ചു ചോദിക്കുന്നില്ല. അങ്ങനെ വളരെ ദുരൂഹമായ ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി. CMRL മറ്റു പലർക്കും സംഭാവന കൊടുത്തിട്ടുണ്ട്. അത് കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്, പിണറായി വിജയനുണ്ട്, ഉമ്മൻചാണ്ടിക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ വിഷയം കേന്ദ്ര ഏജൻസിയായ SFIO അന്വേഷണം ആരംഭിച്ചിട്ട് കുറേ ദിവസമായി. അതിനെപ്പറ്റി കുറെ കാലമായിട്ട് ഒന്നും കേൾക്കാനില്ല. ചില വാർത്തകൾ അവിടെ ഇവിടേക്ക് വരും. ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ CMRL ഒരു ഹർജിയുമായി ചെന്നു. ഹർജി ഇതാണ്: ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് അവസാനിപ്പിച്ച ഒരു കേസിൽ എങ്ങനെയാണ് SFIO കേസെടുക്കുന്നത്? SFIOക്ക് കേസെടുക്കാൻ പാടില്ല എന്നായിരുന്നു അവരുടെ വാദം. ആ വാദത്തിന് മറുപടിയായിട്ടാണ് SFIO ഈ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത്. അതിൽ പറയുന്ന 2-3 കാര്യങ്ങൾ നിർണായകമാണ്. ഒന്ന്, പിണറായി വിജയന്റെ മകളുടെ കമ്പനിക്ക് കൊടുത്ത 1.76 കോടി രൂപയുടെ മാസപ്പടി എന്ന് നമ്മൾ പറയുന്ന ആ രൂപയുടെ സംബന്ധിച്ച അന്വേഷണം നടന്നു കഴിഞ്ഞു. ഒരു സേവനവും ചെയ്യാതെയാണ് ആ കമ്പനിക്ക് CMRL പണം കൊടുത്തത് എന്ന് വ്യക്തമാണ്. CMRL തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു സേവനവും ചെയ്യാതെ ചില ആളുകൾക്ക് പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ അഴിമതി എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം അഴിമതി കൊടുക്കണമെങ്കിൽ എക്സാലോജിക്ക് എന്ത് സേവനമാണ് നൽകിയെന്ന് ചോദിച്ചിട്ട് എക്സാലോജിക്ക് പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് സേവനത്തിനാണ് ഈ പണം കൊടുത്തത്, അതും പ്രത്യേകിച്ചും അധികാര കേന്ദ്രങ്ങളുമായി അടുത്ത് ബന്ധമുള്ള ഒരാൾക്ക് പണം കൊടുക്കുമ്പോൾ അതിന്റെ ചോദ്യങ്ങൾ വളരെ വലുതാണ്. പക്ഷെ ഇപ്പൊ അതിന് മറ്റൊരു മാനം കൂടി വന്നിരിക്കുന്നു. CMRLനെതിരായി SFIO കൊടുത്ത അഫിഡവിറ്റിൽ അവർ പറയുന്നത് ഇവർ കൊടുത്ത ഈ മാസപ്പടി പോലെയുള്ള പണം CMRL പല ഭീകരവാദ സംഘടനകൾക്കും കൊടുത്തിട്ടുണ്ട്, തീവ്രവാദ സംഘടനകൾക്കും കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഇത് വളരെ ഗൗരവതരമായ ഒരു ആരോപണമാണ്. CMRLന്റെ ഫണ്ടിൽ നിന്ന് തീവ്രവാദ സംഘടനകൾക്ക് പണം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റില്ല. എക്സാലോജിക് തീവ്രവാദ സംഘടനയാണോ എന്നതല്ല ചോദ്യം. പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇടപാട് വല്ലാതെ കുരുക്കിലേക്ക് പോവുകയാണ്. ഇത് കേസൊന്ന് കനപ്പെടുത്താൻ വേണ്ടി SFIO പറഞ്ഞതാണോ ഇത് എന്ന് നമുക്കറിയില്ല. അങ്ങനെയാവാം, പറയാൻ പറ്റില്ല. കാരണം കോടതിക്ക് തള്ളിക്കളയാൻ പറ്റാത്ത സംഗതി. അങ്ങനെയെങ്കിൽ ഇതിൽ അഴിമതിയും ഒക്കെ അന്വേഷിക്കണം. SFIO ഉന്നയിച്ചിട്ടുള്ള മറ്റൊരു പ്രധാന കാര്യം കാലിത്തീറ്റ കേസ്. വളരെ പ്രസിദ്ധമായ ലല്ലു പ്രസാദ് യാദവ് പ്രതിയായ കാലിത്തീറ്റ കേസിൽ ഇതുപോലെ വാങ്ങാത്ത സാധനങ്ങൾക്ക് രസീത് എഴുതി പണം കൊടുത്തു എന്നാണ്. വാങ്ങിയിട്ടില്ല, സാധനം വാങ്ങിയിട്ടില്ല, പക്ഷെ രസീതുണ്ട്. രസീത് എഴുതി പണം കൊടുത്തു. ഈ സാധനം എവിടെയാന്ന് വെച്ചാൽ അത് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടാത്ത സേവനത്തിന് പണം കൊടുത്തു എന്ന് കാലിത്തീറ്റ കേസിൽ പറയുന്ന അതേ സംഗതി തന്നെയാണ് ഇപ്പോൾ ഈ കേസിലും വരുന്നത്. ഇതിലെ തീവ്രവാദ ബന്ധം കൂടി വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ കടുത്ത അവസ്ഥയിലേക്ക് ഈ കേസ് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ അന്വേഷിക്കേണ്ട എന്ന് ഒരുപക്ഷെ ഡൽഹി ഹൈക്കോടതിക്ക് പറയാൻ പറ്റില്ല. അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് CMRLന്റെ വാദമെങ്കിൽ അന്വേഷിക്കേണ്ട എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് വെറും അഴിമതി മാത്രമല്ല, തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ പണം കൊടുത്തത് CMRL എന്ന് പറയുന്ന കമ്പനി പെരിയാറിൽ നടത്തുന്ന മലിനീകരണം ഒഴിവാക്കി കിട്ടാൻ പരിസ്ഥിതി മന്ത്രി കൂടിയായ
പിണറായി വിജയന് അല്ലെങ്കിൽ അതിന്റെ വകുപ്പ് കൂടി കഴിയുന്ന പിണറായി വിജയന് പണം കൊടുത്തു എന്നുള്ളത്. അതിനാണ് ഒരു വാദം. മറ്റൊന്ന്, തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അതുവരെ അനുവദിക്കാതിരുന്ന ചില ഫയലുകൾ ഈ പണം കൊടുത്തതിന് തൊട്ട് പിന്നാലെ അന്വേഷണം ഏർപ്പെടുത്തിയെന്നാണ്. ഷോൺ ജോർജ് എന്ന് പറയുന്ന PC ജോർജിന്റെ മകൻ ആണ്, ഇപ്പൊ BJP-യിലാണ്. അദ്ദേഹമാണ് ഈ പരാതിയായി മുമ്പോട്ട് പോയിട്ടുള്ളത്. നമുക്കറിയില്ല ഈ പരാതിയുടെ അവസാനത്തെ അവസ്ഥ എന്താന്ന്. തീർച്ചയായും ഷോൺ ജോർജിന് ഇതിൽ കക്ഷിയല്ല. എക്സാലോജിക്കും ഒരു കമ്പനിയും മറ്റൊരു കമ്പനിയും തമ്മിൽ ഇടപാടാണ്, മറ്റാരും അന്വേഷിക്കേണ്ടതില്ല എന്നൊക്കെയാണ് CPM-ഉം പിണറായി വിജയന്റെ കൂട്ടരും പറയുന്നത്. CMRL-നും അതേ അഭിപ്രായമാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നമുള്ളത്, ഈ CMRL-ന്റെ ഈ പൈസ കൊടുത്ത എക്സാലോജി കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് AKG സെന്ററിൽ അഡ്രസ്സ് വെച്ചാണ് എന്നതാണ്. AKG സെന്റർ അഡ്രസ്സ് വെച്ച ഒരു കമ്പനി ഉണ്ടാവുകയും ആ കമ്പനിക്ക് 1.76 കോടി രൂപ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ അഴിമതി ഉണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇനി തീവ്രവാദ ബന്ധവും കൂടി വന്നു കഴിഞ്ഞാൽ ഇതാകെ കലങ്ങി മറയും. തീർച്ചയായും CMRL-നും എക്സാലോജിക്കിന്റെ ഉടമസ്ഥർക്കും വീണ വിജയൻ അടക്കമുള്ളവർക്കും വലിയ തോതിലുള്ള കുരുക്കാവാനുള്ള സാധ്യതയുണ്ട്. CMRL ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസ് തള്ളിപ്പോകാനാണ് സാധ്യത എന്നാണ് ഇതിൽ നമുക്ക് കാണേണ്ടത്.